രഞ്ജി ട്രോഫി ക്രിക്കറ്റ് സെമിയിൽ അത്ഭുതങ്ങൾ പ്രതീക്ഷിച്ചിരുന്നെന്നും അത് സംഭവിച്ചെന്നും കേരള ടീം ക്യാപ്റ്റൻ സച്ചിൻ ബേബി. ടീം ഒറ്റക്കെട്ടായി പൊരുതിയതിന്റെ ഫലം വന്നു. ഇത്തവണ കിരീടം സ്വന്തമാക്കാമെന്നാണ് പ്രതീക്ഷ. വിദർഭയോട് കഴിഞ്ഞ തവണത്തെ സെമി ഫൈനലിലെ തോൽവിക്ക് കണക്ക് തീർക്കാനുള്ള അവസരം കൂടിയാണിതെന്നാണ് സച്ചിൻ ബേബി 24 പറഞ്ഞത്. 24 എക്സ്ക്ലൂസീവ് സ്പോർട്സ് ഡെസ്കിൽ നിന്ന് അനിൽ വാസുദേവിന്റെ റിപ്പോർട്ടാണ്. ഒരു ചരിത്ര നിമിഷത്തിലാണ് കേരള ക്രിക്കറ്റ് ഉള്ളത്. ചരിത്രത്തിൽ ആദ്യമായി കേരള ക്രിക്കറ്റ് ടീം രഞ്ജി ട്രോഫി ക്രിക്കറ്റിന്റെ ഫൈനലിലേക്ക് മുന്നേറിയിരിക്കുന്നു. ആ വിജയത്തിലേക്ക് നയിച്ച നമ്മുടെ ഇതിഹാസ നായകൻ അന്ന് അങ്ങനെ തന്നെ വിശേഷിപ്പിക്കേണ്ടിയിരിക്കുന്നു. സച്ചിൻ ബേബി 24 ചേരുന്നു. സച്ചിൻ, ആദ്യം തന്നെ വലിയ വലിയ അഭിനന്ദനങ്ങൾ. താങ്ക് യു സോ മച്ച്. വളരെ ക്രൂഷ്യലായ ഒരു മാച്ച്. എല്ലാവരും ഈ സോഷ്യൽ മീഡിയയിലൊക്കെ എഴുതി കണ്ടത് ഒരു സിനിമാക്കറിയെ വെല്ലുന്ന തരത്തിലുള്ള ഒരു മത്സരം എന്നുള്ളത് തന്നെയാണ്. തീർച്ചയായും മാച്ച് എല്ലാവരും കണ്ടതാണ്. കാരണം അത്രയും ത്രില്ലിംഗ് ആയിട്ടുള്ള ഒരു മാച്ച് തന്നെയായിരുന്നു. അപ്പോ എല്ലാവരും പറഞ്ഞു, വിളിക്കുന്ന ആൾക്കാരൊക്കെ പറയുന്നത് അത്രയ്ക്ക് സ്പെഷ്യൽ ആയിട്ടാണ് ഞങ്ങൾ മാച്ച് കണ്ടത്. അപ്പൊ ഞാനും പറഞ്ഞിട്ടാണ്, നമ്മളെ കളിക്കുമ്പോൾ അതിനേക്കാളും വലിയ പ്രഷറാണ് അവിടെ. കാരണം ഈ ഒരു മാച്ചിന്റെ ഇമ്പോർട്ടൻസ് ആസ് എ ക്യാപ്റ്റൻ, പിന്നെ ആസ് എ ഒരു ലൈക്ക് കേരള ക്രിക്കറ്റിൽ ഇത്രയും നാള് സെർവ് ചെയ്ത ഒരു സീനിയർ പ്ലെയർ എന്ന രീതിയിൽ അതിന്റെ ഇമ്പോർട്ടൻസ് എന്തോരം ഉണ്ടെന്ന് എനിക്ക് അറിയാം. ബട്ട് നമ്മളെല്ലാവരും കുറച്ച് പ്രഷറിലായിരുന്നു. ബട്ട് സ്റ്റിൽ നമ്മൾ ഇങ്ങനത്തെ ഒരു ക്ലൈമാക്സ് ശരിക്കും എന്താ പറയാ, ആ ഒരു ലാസ്റ്റത്തെ ഒരു ക്യാച്ച് തന്നെ അറിയാൻ പറ്റും. ലൈക്ക് നമ്മുടെ വൻ ഗോഡ് ഹാസ് പ്ലാൻ ഫോർ ദിസ് ടീം എന്നുള്ളൊരു ഒരു കാര്യം ശരിക്കും എഴുതി വെച്ചിട്ടുണ്ട് ആ ഒരു ക്യാച്ചിൽ. സത്യത്തിൽ ആ ക്യാച്ച് കണ്ടപ്പോൾ പേഴ്സണലി എനിക്ക് പെട്ടെന്ന് ഓർമ്മ വന്നത് നമ്മുടെ 2007 T20 ലോകകപ്പില് ശ്രീബായിയുടെ ഒരു ക്യാച്ചുമായിട്ടാണ്. അതുപോലെ ഒരു ക്യാച്ചാണ് സച്ചിന്റെ കൈകളിലേക്ക് വന്നത്. അതെ, കാരണം നമ്മൾ ഇതുപോലെ തന്നെ ഞാനൊരു മിറാക്കിൾ തന്നെയാണ് നമ്മൾ അതിൽ പറയാൻ പറ്റത്തുള്ളൂ. കാരണം നമ്മൾ ഇതിനു മുന്നേ നമ്മൾ ക്വാർട്ടർ ഫൈനൽസിൽ നമ്മൾ ഗുജറാത്തായിട്ട് കളിച്ചപ്പോഴത്തേക്കും പാർത്ഥിവ് പട്ടേലിന് ഒരു റൺഔട്ട് ഇതുപോലെ തന്നെ സംഭവിക്കുകയുണ്ടായി. അതും ഒരു മിറാക്കിൾ പോലെയാണ് ഞാൻ കാണുന്നത്. താങ്കൾക്ക് പേഴ്സണലി കുറച്ചുകൂടെ സന്തോഷം കൂടും. കാരണം 2019 സീസണിൽ സെമിയിൽ വന്ന് തോക്കുന്നു. അന്ന് താങ്കളായിരുന്നു ക്യാപ്റ്റൻ. അപ്പൊ വീണ്ടും വരുമ്പോ ഒരു തരത്തിൽ ഫീലിംഗ് ഇത്തവണ ജയിച്ചേ തീരും, അങ്ങനെ ഒരു പ്രഷർ ഉണ്ടായിരുന്നു. ബേസിക്കലി സ്വയം അങ്ങനെ ഒരു പ്രഷർ ഉണ്ടായിരുന്നു. പ്രഷർ ഒബ്വിയസ്ലി എവറി ഗെയിം, നമ്മളിപ്പോ അത് ക്ലബ് മാച്ച് ആയിക്കോട്ടെ, ഇങ്ങനെ ഏതൊരു മാച്ചിന് പോകുമ്പോഴത്തേക്കും പ്രഷർ ഈസ് ഓൾവേസ് ദെയർ. യെസ്, ഞാൻ വിചാരിച്ച ഒരു ലൈക്ക് ബോള് സ്പിൻ ചെയ്യും. കാരണം നമുക്ക് ജലജുണ്ട്, സർവട്ടെ ഉണ്ട്, നമുക്ക് അവരെ ഒരു 300 ഓൾ ഔട്ട് ആക്കാൻ പറ്റും എന്നുള്ളൊരു ഇതിലാണ് നമ്മുടെ ഒരു കാൽക്കുലേഷനാണ് പോയത്. ബട്ട് സ്റ്റിൽ ഫസ്റ്റ് ഡേ ഒരു 200 for 1 എന്നുള്ള സിറ്റുവേഷൻ വന്നപ്പോഴത്തേക്കും ഈവൻ ഇറ്റ് വാസ് എ പ്രഷർ ഗെയിം. പിന്നെ അവിടുന്ന് നമുക്ക് വി ഹാവ് ടു പ്ലേ റിയലി വെൽ ടു കം ബാക്ക് ടു ദ ഗെയിം. അപ്പൊ അതൊക്കെ ഭയങ്കരമായിട്ട് നമ്മള് കുറെ വിഷമിച്ച ഒരു സിറ്റുവേഷൻ ആണ്. ഇനി ആ വലിയ മത്സരത്തിലേക്ക് നീങ്ങുകയാണ്. ദ ബിഗ് ഫൈനൽ. വിദർഭയാണ് ഇപ്പോൾ സെമിയിൽ ഗുജറാത്തിന് അവരുടെ മടയിലാണ് പോയി നേരിടേണ്ടി വന്നത്. അതുപോലെ തന്നെ ഫൈനലിലും നമ്മൾ എവേ ഗ്രൗണ്ടിലാണ് കളിക്കേണ്ടത്. ഏതെങ്കിലും തരത്തിൽ പ്രഷർ ഉണ്ടോ? പക്ഷേ നമ്മൾ ഒരുങ്ങി തന്നെയാണ്. നമ്മുടെ ഹോപ്പ് എപ്പോഴും ഹൈ തന്നെയാണ്. ബിക്കോസ് അവര് നമ്മുടെ നാട്ടിൽ വന്നിട്ട് നമ്മളെ തോപ്പിച്ചിട്ട് പോയതാണ് ലാസ്റ്റ് ടൈം. അപ്പോ ഇത്തവണ അവരുടെ നാട്ടിൽ പോയിട്ട് കളി ജയിക്കണം എന്ന് തന്നെയാണ് നമ്മുടെ എല്ലാവരുടെയും ആഗ്രഹം. ഓക്കെ, അപ്പോ എല്ലാ ഭാഗങ്ങളും ഇപ്പോ കപ്പടിച്ച് വരട്ടെ. താങ്ക് യു സോ മച്ച്. താങ്ക് യു.